السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على محمد وعلى آله وأصحابه أجمعين، ما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ മതം പഠിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് ഇഷ്ടമുള്ള ആളുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പൊതു നിയമങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു ഗ്രന്ഥത്തിലെ 18ാമത്തെ ബൈത്ത്, മൻദൂമത്തുൽ ഖവായിദുൽ ഫിഖ്ഹിയയിലെ 18ാമത്തെ ബൈത്താണ് നമ്മൾ പഠിക്കാനുള്ളത്. അത് പുതിയൊരു ഖായിദയാണ്, പുതിയൊരു പൊതു നിയമമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. 18ാമത്തെ ബൈത്ത് ഇങ്ങനെയാണ്: وترجع الأحكام لليقين فلا يزيل الشك لليقين. وترجع الأحكام لليقين فلا يزيل الشك لليقين. وترجع എന്ന് പറഞ്ഞാൽ മടങ്ങുന്നു. റജഅ ഇർജിഉ എന്ന് പറഞ്ഞാൽ മടങ്ങുന്നു. അൽ അഹ്കാമു വിധികൾ, മതവിധികൾ മടങ്ങുന്നു. തർജിഉൽ അഹ്കാമു ഇലൽ യഖീനി, യഖീനിലേക്ക് മടങ്ങും. ഫലാ യുസീലു ശക്കു, ശക്ക് എന്ന് പറഞ്ഞാൽ സംശയം, സംശയം ലാ യുസീലു നീക്കുകയില്ല. ലിൽ യഖീനി, യഖീനിനെ നീക്കുകയില്ല. അൽ ഖവായിദുൽ ഫിഖ്ഹിയ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിലെ തന്നെ ഫിഖ്ഹിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖായിദയാണ് അൽ യഖീനു ലാ യസൂലു ബിശ്ശക്കി എന്നുള്ളത്. യഖീന് ശക്ക് കൊണ്ട് പോകൂല, യഖീന് നീക്കാൻ ശക്കിന് കഴിയൂല. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായത്, ശക്ക് എന്ന് പറഞ്ഞാൽ സംശയമുള്ളത്. ഉറപ്പായതിനെ നീക്കാൻ സംശയമുള്ളതിന് കഴിയൂല. എന്താണ് പറഞ്ഞതെന്നാണ്. നമുക്ക് ആദ്യം ഈ ബൈത്തൊന്ന് വിശദീകരിച്ചാൽ, ഈ ബൈത്ത് നല്ല രൂപത്തിൽ ഒന്ന് വിശദീകരിച്ചാൽ, വതർജിഉൽ അഹ്കാമു ലിൽ യഖീനി ഫലാ യുസീലു ശക്കു ലിൽ യഖീനി. അപ്പൊ ഒന്ന്, മതവിധികൾ മടങ്ങുന്നു, അല്ലെങ്കിൽ അഹ്കാമുകൾ മടങ്ങുന്നു. വതർജിഉൽ അഹ്കാമു, എന്താണ് ഹുക്മു എന്ന് പറഞ്ഞാൽ? ഹുക്മു എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് മറ്റൊരു കാര്യം ചേർത്തി പറയാം. ഇതിപ്പോ എന്താകട്ടെ, നമ്മൾ ഒരാളെ കുറിച്ച് അയാൾ നല്ലവനാണ്, മുഹമ്മദ് നല്ലവനാണെന്ന് പറഞ്ഞു. അപ്പൊ മുഹമ്മദിനെ കുറിച്ച് നമ്മൾ നല്ലത് എന്ന് പറയുന്ന ഹുക്മു കൊടുത്തു. ഇതാണ് ഭാഷയിൽ ഹുക്മു എന്ന് പറഞ്ഞാല്. അല്ലെങ്കിൽ അത് ചീത്തയാണ്, അപ്പൊ നമ്മൾ എന്താണോ അത് എന്ന് പറഞ്ഞത് അതിന് നമ്മൾ ചീത്തത് എന്ന് പറഞ്ഞ ഹുക്മു കൊടുത്തു. അതാണ് ഭാഷയിൽ ഹുക്മു എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം നമ്മൾ മറ്റൊന്നിലേക്ക് ചേർത്തി പറയുക, ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയുക, അതന്നെയാണ് ഹുക്മ്. മുഹമ്മദ് നടന്നു, അപ്പൊ മുഹമ്മദിന് നടക്കുക എന്ന് പറയുന്ന ഹുക്മ് കൊടുത്തു. മുഹമ്മദ് നടന്നിട്ടില്ല, അപ്പൊ മുഹമ്മദ് നടന്നിട്ടില്ല എന്ന് പറയുന്ന ഹുക്മ് കൊടുത്തു. ഇതിനൊക്കെയാണ് ഹുക്മ് എന്ന് പറയാം. പിന്നെ ശറഇല് ഒരുപാട് ഹുക്മുകൾ ഉണ്ട് ആ രൂപത്തിൽ. അപ്പൊ ഹുക്മുകൾ 3 രൂപത്തിൽ ഹുക്മുകൾ കൊടുക്കുന്നുണ്ടല്ലോ. ഹുക്മുൽ അഖ്ലി, ഒന്ന് നമ്മളെ ബുദ്ധിപരമായ, ബുദ്ധി കൊണ്ടുണ്ടാവുന്ന ഹുക്മുകളാണ്. അതായത് 2 ഒന്നിനേക്കാൾ വലുതാണ്, 2 വലുത്, 1 വലുത് 2. ഇത് ബുദ്ധിപരമായ ഒരു ഹുക്മാണ്. അതേപോലെ തന്നെ മുഴുവനായിട്ടുള്ള ഭാഗം, കുല്ല്, അൽ കുല്ല്, മുഴുവനായിട്ടുള്ള ഭാഗമാണ് ജുസ്, ഒരു ഭാഗത്തേക്കാൾ, ഒരു സ്പെസിഫിക് ഭാഗത്തേക്കാൾ വലുത്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ബുദ്ധി കൊണ്ട് കിട്ടുന്ന ഹുക്കുമുകളാണ്. 1 വലുതാണ് 2, 3 വലുതാണ് 4. ഇതൊക്കെ ബുദ്ധി കൊണ്ടുള്ള ഹുക്കുമാണ്. പിന്നെ പൊതുവെ നമ്മൾ ആദത്തിലേക്ക് മടക്കി നമ്മൾ കുറച്ച് ഹുക്കുമ്, ഇന്ന രോഗത്തിന് നമ്മൾ പറയും
ഇന്ന ആ ചെടി കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ആ മരുന്ന് കഴിച്ചാൽ മതി, അപ്പൊ അത് മാറിക്കോളും എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഹുക്കുമുകളാണ്. പിന്നെ നമ്മുടെ അനുഭവം കൊണ്ട് നമ്മൾ ഹുക്കും കൊടുക്കുന്നതാണ്. പിന്നെ ശർഈയായ ഹുക്കും, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന ഹുക്കുമുകളാണ്. നമ്മുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ ഖിതാബുകൾ, സംസാരങ്ങൾ, നമ്മുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അല്ലാഹു നമ്മളോട് പറഞ്ഞ ഖിതാബുകൾ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇതാണ് ദീനിലെ ഹുക്കും. അവിടെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട്, മുക്കല്ലഫുകളുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നടത്തുന്ന സംസാരങ്ങളാണ് അള്ളാന്റെ ഹുക്കുമുകൾ. നിസ്കരിക്കണം, നോമ്പ് നോക്കണം, അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കണം, കള്ളു കുടിക്കരുത്, പിന്നെ വ്യഭിചരിക്കരുത്, ഈ രൂപത്തിൽ നമ്മളുടെ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു നടത്തുന്ന ഖിതാബുകളാണ് ശർഈയായ ഹുക്കുമുകൾ. ഈ ഒരു ഖാഇദ എന്ന് പറഞ്ഞല്ലോ, അഹ്കാമുകളൊക്കെ നമ്മൾ യഖീനിലേക്കാണ് മടക്കേണ്ടത്, ഉറപ്പിലേക്കാണ് മടക്കേണ്ടത്. ശക്കിനെ കൊണ്ട് ഉറപ്പിനെ നീക്കാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു അസ്ലുണ്ടാകും. ആ അസ്ല് നീങ്ങണമെങ്കിൽ കൃത്യമായ തെളിവ് വേണം. അതേപോലെ തന്നെ ഒരു കാര്യത്തിൽ യഖീൻ ഒന്നാണ്. നമുക്കിപ്പോൾ അതിനൊരു മനസ്സിലാവുന്ന ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഒളു എടുത്തിട്ടുണ്ടോ ഒളു എടുത്തിട്ടില്ലേ എന്ന് സംശയിച്ചു. ഒരാൾ ഒളു എടുത്തിട്ടുണ്ടോ ഒളു എടുത്തിട്ടില്ലേ എന്നിങ്ങനെ സംശയത്തിന്റെ രൂപം എങ്ങനെയാണ്? അയാൾ ഒളു എടുത്തുന്ന അയാൾക്ക് ഉറപ്പാണ്. ഇനി മുറിഞ്ഞിട്ടുണ്ടോ മുറിഞ്ഞിട്ടില്ലേ എന്നുള്ളതാണ് അതിലൊരു സംശയമാണ്. ഒളു എടുത്തു എന്ന ആൾക്ക് ഉറപ്പാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒളു എടുത്തു, ഇനി ആ ഒളു മുറിഞ്ഞിട്ടുണ്ടോ മുറിഞ്ഞിട്ടില്ലേ എന്നുള്ളതാണ് സംശയം. അപ്പൊ അയാളെ യഖീൻ എന്താണ്? അയാളുടെ യഖീന് ഒളു എടുത്തു എന്നുള്ളതാണ്. ഇപ്പൊ അയാൾക്ക് ശക്കാണ്, സംശയമാണ് എന്ന് പറഞ്ഞാൽ യഖീൻ എത്തിയിട്ടില്ല. ഒളു മുറിഞ്ഞു എന്ന് ഉറപ്പാണ്, പിന്നെ ചർച്ചയല്ല. ഒളു മുറിഞ്ഞു എന്ന് അയാൾക്ക് ഉറപ്പായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തില്ല, ഒരു ചർച്ച അതിലില്ല. കാരണം യഖീൻ വന്നു, വേറെ ഉറപ്പ് വന്നു. യഖീനോണ്ട് യഖീന് നീങ്ങും. എന്നാൽ ഒരാൾ ഒളു എടുത്തിട്ടുണ്ടോ ഒളു എടുത്തിട്ടുണ്ട്, ഒളു മുറിഞ്ഞിട്ടുണ്ടോ മുറിഞ്ഞിട്ടില്ലേ എന്നുള്ളതിൽ അയാൾക്ക് സംശയമാണെങ്കിൽ അയാൾക്ക് ഒളു ഉണ്ട് എന്നുള്ളതാണ് അസ്ല്. കാരണം യഖീനിലേക്ക് മടങ്ങണം. എന്തൊക്കെ മടങ്ങണം? യഖീനിലേക്ക് മടങ്ങണം. യഖീനിനെ നീക്കാൻ, ഉറപ്പുള്ള ഒരു കാര്യത്തെ നീക്കാൻ ശക്കിനെ കൊണ്ട് കഴിയൂല. അതാണ് ഈ ഖാഇദ. വതർജിഉൽ അഹ്കാമു ലിൽ യഖീനി ഫലാ യുസീലു ശക്കു ലിൽ യഖീനി. ഇതാണ് പൊതുവെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അല്ലാമ സുയൂത്തി പറഞ്ഞത്, യഅലം അന്ന ഹാദിഹിൽ ഖാഇദ, നീ അറിയണം, ഈ ഒരു നിയമം തദ്ഖുലു ഫീ ജമീ അബ്വാബിൽ ഫിഖ്, ഫിഖ്ഹിന്റെ എല്ലാ ബാബുകളിലും പ്രവേശിക്കുന്ന ഒരു ഖാഇദയാണ് അൽ യഖീൻ ലാ യസൂലു ബിശക്ക് എന്ന് പറയുന്ന വളരെ കുല്ലിയായ, എന്ന് പറഞ്ഞാൽ വലിയ ഖാഇദകളിൽപ്പെട്ട ഒരു ഖാഇദയാണ്. ഇതിൽ നിന്ന് വരുന്ന മസ്അലകൾ എണ്ണി നോക്കിയാൽ ഫിഖ്ഹിനെ 4 ഭാഗിച്ചാൽ 3 ഇതുമായി ബന്ധപ്പെട്ട മസ്അലകളായിരിക്കും. ഫിഖ്ഹിനെ മൊത്തം 4 ഭാഗമാക്കിയാൽ 3 ഭാഗവും അല്ലെങ്കിൽ അതിലധികവും ഇതുള്ള മസ്അലകളായിരിക്കും എന്ന് ഇമാം സുയൂത്തി പറഞ്ഞിട്ടുണ്ട്. ആവട്ടെ, നമുക്കിതിന്റെ ഈ ഖാഇദ കൊണ്ടുള്ള ഉദ്ദേശം, മറ്റു കാര്യങ്ങൾ, ഇതിന് തെളിവ് എന്താണ്? ഇതിന് തെളിവ്, ഇങ്ങനൊരു ഖാഇദക്ക് തെളിവ് അബ്ബാദ് ബിൻ തമീം അന്നമ്മിഹി, അദ്ദേഹത്തിന്റെ പിതൃവേന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇന്നഹു ശക്കാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുൽ, ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവലാതി പറഞ്ഞു. അല്ലദീ യുഖയ്യലു ഇലൈഹി അന്നഹു യജിദു ശൈഅ ഫി സ്വലാ, മൂപ്പർക്ക് ഇങ്ങനെ തോന്നുകയാണ് നിസ്കാരത്തിൽ എന്തോ അയാൾ കണ്ടു എന്ന് പറഞ്ഞാൽ അയാൾ ഒതു മുറിഞ്ഞു എന്ന് അയാൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. ഒതു മുറിഞ്ഞിട്ടില്ല, ഉറപ്പൊന്നുമില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻഫതിൽ, നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകരുത്. ലാ യൻസരിഫ്, അല്ലെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞത് ലാ യൻസരിഫ്, തിരിഞ്ഞു പോകരുത്. ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ, ഈ ശബ്ദം കേൾക്കുക അല്ലെങ്കിൽ മണം ഉണ്ടാവുക, ഇതൊന്നും ഇല്ലാതെ തിരിഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ഉദ്ദേശിച്ചത് എന്താണ്? ഉറപ്പാകാതെ നിസ്കാരം മുറിക്കരുതെന്നാണ്. ഉറപ്പാണ്, ഇപ്പൊ ശബ്ദമില്ല മണമില്ല, പക്ഷെ അയാൾക്ക് ഉറപ്പായി ക്യൂവായി പോയിന്ന്. നല്ല ശ്രദ്ധിക്കണം. ഈ ഹദീസ് വെച്ചിട്ട് എന്ത് പറയരുത്, ഞാൻ ശബ്ദവും കേട്ടിട്ടില്ല, ഇവിടെ എനിക്ക് മണമില്ല, അങ്ങനെയുള്ള എനിക്ക് മണമില്ല, പിന്നെ ശബ്ദവും കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നു മുറിഞ്ഞിട്ടില്ല എന്നറിയത്. ഒന്നു ക്യൂവായി പോയിന്ന് ഉറപ്പായ പിന്നെന്തില്ല, ചർച്ചല്ല. ഇത് ഉറപ്പാകാനുള്ള കാരണം പഠിപ്പിച്ചതാണ്. ഉറപ്പില്ല, സംശയമുള്ളൂ. സംശയമുള്ളെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഖാഇദക്ക് ഇജ്മാ ഉണ്ട്, പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ചതാണ്. യഖീനു ലാ യസൂലു ബിശക്ക് നമ്മൾ പറഞ്ഞിരുന്ന സംഭവമല്ല, പണ്ഡിതന്മാർ ഇജ്മാ ഉള്ള വിഷയമാണ്. അതിൽ ആർക്കും സംശയമൊന്നുമില്ല. ഈ ഇജ്മാ
പിന്നെ ഇബ്നു ദഖീഖ് അൽ ഈദിനെ പോലത്തെ പണ്ഡിതന്മാരൊക്കെ ഇജ്മാ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അങ്ങനെ തന്നെയാണ്, ഉറപ്പിലേക്കാണല്ലോ മടങ്ങേണ്ടത്. ഉറപ്പ് എന്താണോ അതാണല്ലോ. ഇനി ഇതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, ഒരാൾക്ക് അയാൾ ഒതു എടുത്തു എന്ന ഉറപ്പാണ്, ഒതു മുറിഞ്ഞോ എന്നുള്ള സംശയം. ഇനി നേരത്തെ തിരിച്ചു പറയാം, നിങ്ങട്ട് തിരിച്ചു പറഞ്ഞു നോക്കുക. ഒതു ഉണ്ടായിരുന്നില്ല എന്നുള്ള വിഷയത്തിൽ ഉറപ്പാണ്, ഒതു എടുത്തുക്കണോ എന്നുള്ള സംശയം. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒതു എടുത്തിട്ടില്ല, അത് ഉറപ്പാണ്. പക്ഷെ ഇടയ്ക്ക് ഞാൻ പള്ളിയിൽ കയറിയപ്പോൾ ഒതു എടുത്തോ ഇല്ലേ അങ്ങനെ സംശയം വന്നു. എന്താ കേട്ടാ, ഒതു എടുക്കണം, കാരണം അയാൾ ഒതു എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഉറപ്പ് വെക്കണത്. ഉറപ്പ് അതിന്മേണ്. അപ്പൊ ഉറപ്പിലേക്ക് മടങ്ങണം. ഇതാണ് അതിലുള്ളത്. പിന്നെ വെള്ളത്തിന്റെ അസല് അത് ത്വഹാറത്തുള്ളതാണെന്നുള്ളതാണ്. ഒരു വെള്ളം, തേങ്ങാവെള്ളം, മറ്റേ ചളിവെള്ളം, അങ്ങനത്തെ വെള്ളമല്ല. വെള്ളം, ശുദ്ധമായൊരു വെള്ളം എന്ന് നമ്മൾ പറയാൻ പറ്റുന്ന സാധനം, അതിന് ത്വഹാറത്തുണ്ട്, തൊഹൂറാണ്, അത് സ്വയം ശുദ്ധിയുള്ളതാണ്, മറ്റുള്ളവരെ ശുദ്ധിയാക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് അടിസ്ഥാനം. അതാണ് യഖീന്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തെളിവ് വേണം. നജസ് നമുക്ക് അതിൽ വെളിവാകണം, നമുക്ക് ബോധ്യപ്പെടണം. അല്ലാത്തടത്തോളം കാലം പിന്നെ എന്ത് ചെയ്യരുത്, ഈ വെള്ളം നജസ്സാകാനുള്ള ചാൻസ് ഉണ്ട്, എനിക്കൊരു സംശയമുണ്ട്, അങ്ങനത്തെ സംശയം കൊണ്ടൊന്നും ആ വെള്ളത്തിന്റെ ത്വഹാറത്ത് നീങ്ങൂല. അല്ലെങ്കിൽ നമ്മൾ അതിന് ഹുക്കം കൊടുക്കേണ്ട ആവശ്യമില്ല. അടിസ്ഥാനപരമായി അത് യഖീൻ എന്താണ്, യഖീനോട് കൂടി മാത്രമേ നമ്മൾ അതിന് നജാസത്ത് വിധിക്കാൻ പാടുകയുള്ളൂ എന്ന് കാണാം. അതിന്റെ മണം മാറുകയോ രുചി മാറുകയോ നിറം മാറുകയോ ചെയ്താൽ നമുക്ക് ആ രൂപത്തിൽ വിധി കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യാത്രന്റെ വിഷയം പറഞ്ഞപ്പോൾ ഒരാൾക്ക് ഇത് യാത്രയാണോ അല്ലേ സംശയം തോന്നി. ഇതിപ്പോ യാത്ര അയക്കണോ അല്ലേ, യാത്ര ആയിട്ടില്ല എന്നുള്ളതാണ് അസല്. യാത്ര ആയിട്ടില്ല എന്നുള്ളതാണ്. ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ പൊതുവെ യാത്ര എന്ന് പറയണം, അതല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ കിടക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി ഒരാൾ സംശയിക്കുകയാണ്, ഇപ്പൊ എന്റെ നാട്ടിൽ ഇതിന് യാത്ര പറയൂലേ, കാരണം ഞാനിപ്പോ പോന്നിട്ട് അങ്ങനെ തോന്നണില്ല, യാത്ര ആയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് യഖീന്. ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തായി, യാത്ര ആയെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് മടങ്ങാം എന്നുള്ളതാണ്. അപ്പൊ ഉറപ്പിനെ നീക്കാൻ ഒരിക്കലും ശക്കിന് കഴിയുകയില്ല എന്നുള്ളതാണ് ഈ ഖായിദ. ഒരാളുടെ അടുത്ത് നിന്ന് കടം വാങ്ങി, ഒരാൾ പൈസ കടം വാങ്ങി, അപ്പൊ തിരിച്ചു കൊടുത്തുക്കണോ കൊടുത്തിട്ടില്ലേ എന്നാണ് സംശയം. തിരിച്ചു കൊടുത്തുക്കണോ കൊടുത്തിട്ടില്ലേ എന്നുള്ള സംശയം. കടം വാങ്ങി എന്നുള്ളിൽ എന്തില്ല സംശയം. അപ്പൊ അസിലേക്ക് മടങ്ങണം. തിരിച്ചു കൊടുത്തിട്ടില്ല, എന്തൊക്കെ മടങ്ങരുത്, തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ഇന്നെ തന്നെ മനസ്സിലാക്കണം, ഞാൻ നല്ലൊരു മനുഷ്യനായിട്ടാണ്, അപ്പൊ ഒരിക്കലും ഇന്റെ അടുത്ത് നിന്നുണ്ടാവില്ല, കടം തിരിച്ചു കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടാകൂല. ഞാനവറുകളാവരുത്. അവിടെ എന്ത് ചെയ്യാ, കടം കൊടുത്തിട്ടുണ്ട്, ഞാൻ വാങ്ങിയിട്ടുണ്ട്, കടം വാങ്ങിയിട്ടുണ്ട്, അപ്പൊ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതിലാണ് സംശയം. തിരിച്ചു കൊടുത്തു, ആ സംശയം നമ്മൾ യഖീനിലേക്ക് മടങ്ങാം. ഇനി അയാള് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ചർച്ചയില്ല. യഖീൻ ഉണ്ടെങ്കിൽ പിന്നെ ചർച്ചയില്ല. യഖീനോട് എത്തിയിട്ടില്ലെങ്കിൽ സംശയം തന്നെയാണ്, ശക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ യഖീനെ നീക്കാൻ അതിന് കഴിയുകയില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട 5 ബൈത്ത്, ഈ ഖായിദയുമായി ബന്ധപ്പെട്ടാണ് ഇനി വരുന്ന 5 ബൈത്തുകൾ അദ്ദേഹം പറയുന്നത്. അതിൽ ഒന്ന് നമുക്ക് ഇന്ന് ചൊല്ലാം. والأصل في مياهنا الطهارة والأصل في مياهنا الطهارة والأرض والثياب والحجارة والأصل في مياهنا. നമ്മുടെ വെള്ളങ്ങളിൽ, മാ എന്നുള്ളതിന് ജമ്മാണെന്ത്, ബഹുവചനാണ് മിയാഹ്. മാ എന്നുള്ളതിന്റെ ബഹുവചനാണ് മിയാഹ്. അപ്പോ നമ്മുടെ വെള്ളങ്ങളിൽ അസ്ൽ എന്താണ്, അവിടെയുള്ള യഖീൻ എന്താണ്, അത്വഹാറ, വെള്ളം എന്താണ്, ശുദ്ധിയുള്ളതാണെന്നുള്ളതാണ് അടിസ്ഥാനം. വൽ അർളി, ഭൂമി അങ്ങനെ തന്നെയാണ്, ഭൂമിന്റെ അസ്ൽ എന്താണ്, ശുദ്ധിയുള്ളതാണ്. വസിയാബി, വസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമം തന്നെയാണ്, ശുദ്ധിയുള്ളതാണ്. വൽ ഹിജാറ, കല്ലും, കല്ലിന്റെ അടിസ്ഥാന വിധി എന്താണ്, ശുദ്ധിയുള്ളതാണ് എന്നുള്ള. അടിസ്ഥാനപരമായി ഇവയൊക്കെ ശുദ്ധി ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യഖീന്. ഇനി ഇതൊന്നും ശുദ്ധി ഇല്ല എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. ഇതൊന്നും ശുദ്ധി ഇല്ല എന്ന് പറയണമെങ്കിൽ എന്ത് വേണം, തെളിവ് വേണം. അപ്പൊ വെള്ളത്തിന്റെ വിഷയം പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറക്കും ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആകാശ ലോകത്ത് വെള്ളം ഇറക്കി തന്നു, നിങ്ങളെ ശുദ്ധിയാക്കാൻ വേണ്ടി, നിങ്ങളതുകൊണ്ട് ശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി, അള്ളാഹു നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി. അപ്പൊ വെള്ളത്തിന്റെ അടിസ്ഥാനപരമായ അതിന്റെ വിശേഷനാണ് തൊഹൂർ എന്നുള്ളത്. ഇനി നമ്മള്
സംശയം കൊണ്ട് ഇത് നജസ് ആകുമോ, നജസായ വെള്ളം ആകുമോ എന്ന് പേടിച്ച് ആരും ഒന്നും എടുക്കാതെ പോണ്ട. അസിലെന്താണ്, അടിസ്ഥാനം എന്താണ്? അപ്പൊ ഏത് വെള്ളം കണ്ടാലും അതിന്റെ അടിസ്ഥാനം എന്താണ്? ശുദ്ധിയുള്ള വെള്ളം എന്നുള്ളതാണ്. അത് വെള്ളമാകണം. പിന്നെ ദ്രാവകം എന്നല്ല ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? വെള്ളം. ലിക്വിഡായ പോരാ, ദ്രാവക വസ്തു, ദ്രവവസ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. വെള്ളമാണ്. വെള്ളം നമ്മൾ പ്രയോഗിക്കുന്ന സാധാരണ അടിസ്ഥാനം എന്താണ്? ശുദ്ധിയുള്ളതാണ്. ഇനി ശുദ്ധി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകം എന്തോണം? ഒരു ഉറപ്പ് തെളിവ് വേറെ വേണം. അതേപോലെ തന്നെയാണ് അൽ-അർള്, ഭൂമി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതഹൂറ. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പുള്ള അമ്പിയാക്കൾക്ക് കൊടുക്കാത്ത ഒരുപാട് പ്രത്യേകതകൾ തന്നിട്ടുണ്ട്. നുസിർതു ബിർറഅബി മസീറത ഷഹ്രിൻ. ഞാൻ ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക്, ആ നാട്ടിൽ ഇപ്പൊ യുദ്ധം ചെയ്യാൻ വേണ്ടി റസൂൽ പുറപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ 1 മാസത്തെ വൈദൂരം ഉണ്ടെങ്കിൽ പോലും അവർക്ക് പേടി അള്ളട്ട് കൊടുക്കും. കൽബില് ആ നാട്ടുകാർക്ക് പേടിട്ട് കൊടുക്കും. റസൂൽ 1 മാസത്തെ വൈദൂരം ഉണ്ട് റസൂൽ മദീനത്ത് അങ്ങോട്ട് എത്താനെങ്കിലും അവരുടെ മനസ്സിൽ അള്ള 1 മാസം വൈദൂരം ഉണ്ടെങ്കിൽ അവർക്ക് എന്തിട്ട് കൊടുക്കും? പേടിയിട്ട് കൊടുക്കും. അതേപോലെ തന്നെ മസ്ജിദൻ വതഹൂറ. ഭൂമി എനിക്കല്ല മസ്ജിദായി. ഭൂമിയിൽ എവിടെ നിസ്കരിക്കാന്നാണല്ലോ. നിസ്കരിക്കാൻ പറ്റാത്ത സ്ഥലം ഉണ്ടെങ്കിൽ റസൂൽ എന്ത് ചെയ്യും? പഠിപ്പിക്കും. അതേപോലെ തന്നെ നജസില്ല സ്ഥലമാണെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല. ബാക്കിയുള്ളടത്തൊക്കെ എന്ത് ചെയ്യാം? നിസ്കരിക്കുക. ത്വഹാറത്താണ് ഭൂമിന്റെ അടിസ്ഥാനം. ഇനി അവിടെ നജസ് ഉണ്ട്, അല്ലെങ്കിൽ വൃത്തികേടുകളുണ്ട്, നിസ്കരിക്കാൻ പറ്റാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രത്യേകം തെളിവ് വരണം. മാത്രമല്ല ഉറപ്പ് വേണം. അപ്പൊ നമ്മൾ അവിടെ നിസ്കരിക്കാൻ പറ്റില്ല, ഇവിടെ നിസ്കരിക്കാൻ പറ്റില്ല. നമുക്ക് അള്ളാഹിന്റെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ റസൂലുള്ളാഹിന്റെ പോരിശ് കൊണ്ട് നമുക്ക് കിട്ടിയതാണ് ഇതൊക്കെ. എന്ത്? ഭൂമി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പുള്ള അമ്പിയാക്കൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നിട്ട്. ഭൂമിയിൽ എവിടെയും നിസ്കരിക്കാം, എവിടെയും നമുക്ക് മസ്ജിദാണ്, ത്വഹൂറാണ്, ശുദ്ധിയുള്ളതാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകം എന്ത് വേണം? അവിടെ നജസ് ഉണ്ട്, ആ ഭൂമിയിൽ നജസ് ഉണ്ട്, ആ സ്ഥലത്ത് നജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരണം, നമുക്ക് ഉറപ്പാവണം എന്നുള്ളതാണ്. അതിൽ കൂടി നായകൾ പോകാൻ ചാൻസ് ഉണ്ട്, അപ്പൊ നജസ് ആവാൻ ചാൻസ് ഉണ്ട്. ചാൻസ് പോരാ, ഉറപ്പാണ് നജസുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തില്ല? നമസ്കാരമില്ല. അങ്ങനെ തന്നെ വെള്ളത്തിന്റെ വിഷയം പറഞ്ഞു. നിങ്ങളൊരു ടോയ്ലറ്റിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ കയറി, അവിടെ വെള്ളമുണ്ട്. ഇതിപ്പോ ഇനിയിപ്പോ ശുദ്ധിയുള്ള വെള്ളം ആകുമോ? നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ശുദ്ധി ഉണ്ട് എന്നുള്ളതാണ് അസല്. ശുദ്ധി ഇല്ല എന്നുള്ളതിന് ഇതിൽ തെളിവുണ്ടോ എന്നാണ് എന്ത് ചെയ്യേണ്ടത്? നോക്കണം. തെളിവ് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കരുത്, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരു മരുഭൂമിയിൽ അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെള്ളം കണ്ടു. ഒഴിഞ്ഞ സ്ഥലം അടങ്ങാറാണ്. ഒഴിഞ്ഞ സ്ഥലത്ത് വെള്ളം കണ്ടു, ആരില്ലാത്തൊരു സ്ഥലത്ത്. ഒരു ഉദാഹരണം പറയുന്നപ്പോ ഇതൊക്കെ പറയാം. എവിടെയെങ്കിലും വെള്ളം കണ്ടു, അവിടെ ആരും ഇല്ല. ഒഴിഞ്ഞ സ്ഥലം ഒന്നും കൂട്ടണ്ട, തെരിൽ ആരും ഇല്ല, വെള്ളം കണ്ടു. അപ്പൊ ഇനി അത് ശുദ്ധിയുള്ള വെള്ളമാണോ ശുദ്ധി ഇല്ലാത്ത വെള്ളമാണോ? ശുദ്ധി ഉണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനം. അതാണ് ഖായിദ. അത് ആണല്ലേ ഫിഖിന്റെ എല്ലാ ബാബിലേക്കും ഇത് മടങ്ങും. പിന്നെ സിയാബ്, വസ്ത്രം. നജസുള്ള വസ്ത്രം കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല എന്ന് തന്നെയാണല്ലോ. നജസുള്ള വസ്ത്രം കൊണ്ടിട്ട് എന്ത് ചെയ്യരുത്? നിസ്കരിക്കരുത്. ചെരുപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പൂരിയ സംഭവമൊക്കെ നമുക്കറിയാം. നജസുള്ള വസ്ത്രം കൊണ്ട് നിസ്കരിക്കരുത് തന്നെയാണ്. അപ്പോ ഒരു വസ്ത്രം കിട്ടി നമുക്ക്, അത് നജസാണോ നജസല്ലേ എന്ന് സംശയിക്കുകയാണ് നമ്മള്. അതിന്റെ അടിസ്ഥാനം എന്താണ്? സിയാബിന്റെ അടിസ്ഥാനം എന്താണ്? അത് ശുദ്ധിയുള്ളതാണ് എന്നുള്ളതാണ്. സിയാബിലും ഇങ്ങനെ തന്നെയാണ് ദീന് പഠിപ്പിക്കുന്ന അസ്ല് എന്നുള്ളതാണ്. ഇനി അത് നജസാണ് അല്ല, ഇത് എന്താണ്, ഇതില് ഉപയോഗിക്കാൻ പറ്റാത്ത നജസിന്റെ പദാർത്ഥങ്ങൾ ഉള്ളതാണെന്നുള്ളതെങ്കിൽ നമുക്ക് എന്ത് വേണം? തെളിവ് വേണം. അപ്പോൾ അസ്ല് ത്വാഹിറാണ് എന്നുള്ളതാണ്. പിന്നെ കല്ലും അങ്ങനെ തന്നെ. ഒരാൾ ഇസ്തിജ്മാർ ചെയ്യാൻ, ശൗചം ചെയ്യുമ്പോൾ വെള്ളമല്ല കല്ലുള്ളൂ. അപ്പൊ ഒരു കല്ല് കിട്ടി, 2-3 കല്ല് കിട്ടി, അല്ലെങ്കിൽ 3 ഭാഗമുള്ള 4 ഭാഗമുള്ള ഒരു കല്ല് കിട്ടി, കുറെ ഷാബുകളുള്ള കല്ല് കിട്ടി. അപ്പൊ ഈ കല്ല് ഇപ്പൊ ഇനി ശുദ്ധിയുള്ള കല്ലാണോ ശുദ്ധി ഇല്ലാത്ത കല്ലാണോ നോക്കണ്ട. അസ്ൽ എന്താണ്? അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനത്തിൽ ശുദ്ധി ഉണ്ട് എന്നുള്ളതാണ്. ശുദ്ധി ഇല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? മറ്റേതാണെന്ന് ഉറപ്പ് വേണം. ഉറപ്പില്ലാത്തടത്തോളം കാലത്തിന് ശുദ്ധി ഉണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനം. ഇങ്ങനെയൊക്കെ നമ്മൾ ദീനിനെ മനസ്സിലാക്കുക, നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. എവിടെ നമ്മൾ എന്ത് ചെയ്യൂല, പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവില്ല. ഇത് അറിയാത്തതുകൊണ്ടാണ്, ദീനിന്റെ ഉള്ളിൽ ഇറങ്ങി പഠിക്കാത്തതുകൊണ്ടാണ് പല വിഷയങ്ങളും നമ്മൾ എന്ത് ചെയ്യണത്, ശരിക്ക് സംശയിക്കുന്നതും ഇടങ്ങാറാവുന്നതൊക്കെ. ദീനിന് എല്ലാത്തിനും കൃത്യമായ മറുപടി ഉണ്ട്. എല്ലാത്തിനും കൃത്യമായ മറുപടി ദീനിനുണ്ട്. ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യരുത്, ഇപ്പൊ എന്ത് ചെയ്യണം, ഇപ്പൊ എന്ത് ചെയ്യരുത്, കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എന്തിനു മുന്തിക്കലാണ് നല്ലത്, എന്തിനു പിന്തിക്കലാണ് നല്ലത്, ഇതൊക്കെ നമ്മുടെ ദീനിൽ കൃത്യമായ നിയമങ്ങളുണ്ട്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല
അള്ളാഹു ആണ് അഅലം, ഏറ്റവും അറിയുന്നവൻ. നമ്മൾ ഇനിയും പഠിക്കുക. നമ്മൾ പഠിച്ചാലാണ് നമുക്ക് കുറച്ചുകൂടി ബോധ്യപ്പെടുക. ഇൽമിന് 4 ഭാഗമുണ്ടെന്നാണ് ഇമാം ഷാഫി പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ബോധ്യപ്പെടുക. 4 എന്താ പറയാ, അർബഅത്തു ആണെന്ന് പറയാം. ഇൽമിനെ 4ആയി വായിക്കാം. ഒന്നാമത്തെ ഭാഗത്തിലേക്ക് എത്തിയാൽ അയാൾക്ക് തോന്നും അയാളാണ് അഅലമുന്നാസ്, ജനങ്ങൾ ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ എന്ന് തോന്നും. രണ്ടാമത്തെ ഭാഗം എത്തുമ്പോൾ അയാൾക്ക് തോന്നുത്തരെ കുറച്ചും കൂടി പഠിക്കാനുണ്ട്, ഇനിയും പഠിക്കാനുണ്ട്, കുറച്ചും കിട്ടാനുണ്ട്. മൂന്നാമത്തെ ഭാഗത്ത് കിടന്ന അയാൾക്ക് തോന്നുത്തരെ പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിക്കാത്തതാണ് തോന്നും. നാലാമത്തെ ഭാഗത്തുമ്പോൾ അയാൾക്ക് തോന്നും ഒന്നും പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സൂക്ഷിച്ച് രഹസ്യപരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനോട് തഖ്വ പുലർത്തി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദാ വല്ലാഹു അഅലം. വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.